ആദ്യത്തെ സിസേറിയൻ കഴിഞ്ഞവരാണെങ്കിൽ രണ്ടാമത്തെ ഡെലിവറി എത്ര ഗ്യാപ്പ് വേണം? രണ്ടാമത്തത് നോർമൽ ഡെലിവറി ട്രൈ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ 1.5 വയസ്സ് ഗ്യാപ്പ് വേണം. ഇന്റർ ഡെലിവറി ഇന്റർവെൽ 1.5 വയസ്സ്. അതായത് 9 മാസത്തിൽ നിങ്ങൾ കൺസീവ് ചെയ്താലും രണ്ടാമത്തെ നോർമലിന് ഞങ്ങൾക്ക് നോക്കാൻ പ്രശ്നമില്ല. ഇന്റർ ഡെലിവറി ഇന്റർവെൽ 1.5 വയസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാം. ഇനി മൂന്നാമത്തെ സിസേറിയൻ കഴിഞ്ഞു ഡോക്ടറെ എന്ന് എന്നോട് ഒരാൾ ചോദിക്കുകയാണ്, അടുത്തത് ഞങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഞാൻ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ 4-മത്തെയും 5-മത്തെയും 6-മത്തെയും 7-മത്തെയും സിസേറിയൻ ചെയ്യുന്നുണ്ട്. 7-മത്തെ സിസേറിയൻ ഞാൻ ചെയ്ത ഒരു കപ്പിൾ എറണാകുളത്ത് നിന്നാണ് അവർ എൻ്റെ അടുത്ത് വന്നത്. അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് 8-മത്തെ സിസേറിയന് എൻ്റെ അടുത്ത് വന്നോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് 8-മത്തെ സിസേറിയൻ ഇതേവരെ ചെയ്യാൻ അവസരം കിട്ടിയില്ല. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, അല്ല ഡോക്ടറെ, ബാക്കി ഡോക്ടർമാരൊക്കെ 4-മത്തെ സിസേറിയൻ കഴിഞ്ഞപ്പോൾ ഇനി ഇവിടേക്ക് വരരുതെന്ന് പറഞ്ഞിട്ടാണല്ലോ വിട്ടത്. ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 7-മത്തെ 8-മത്തെ സിസേറിയൻ എനിക്കൊരു ടെൻഷനും ഇല്ല. കാരണം ഞാൻ ഈ 7-മത്തെ സിസേറിയൻ ചെയ്യാനായിട്ട് ഞാൻ ആകെ 40 മിനിറ്റ് സമയം എടുത്തുള്ളൂ. അപ്പോൾ ചിലർ വിചാരിക്കും ഞാൻ ഡോക്ടർക്ക് ആൾക്കാരുടെ എണ്ണം കൂട്ടാൻ വേണ്ടി ചെയ്യണ പരിപാടിയാണ്. ഞാൻ ജോലി ചെയ്യണ ആശുപത്രിയിൽ 4-മത്തത് മുതൽ മുകളിലേക്കുള്ള ഡെലിവറി ഫ്രീ ആണ്. ഡെലിവറി ചാർജ് ഫ്രീ ആയിരിക്കും. സിസേറിയൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും ഡെലിവറി ചാർജ് ഫ്രീ ആണ്. ദയവ് ചെയ്ത് അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഡോക്ടർക്ക് കൂടുതൽ പേഷ്യൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യണ ഏർപ്പാടല്ല. ബിക്കോസ് ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്നു, കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണ്. അത് 4-മത്തെയോ 5-മത്തെയോ 6-മത്തെയോ 7-മത്തെയോ എത്രാമത്തെയോ ആയാലും കുഞ്ഞുങ്ങൾ അനുഗ്രഹമാണ്. 3-മത്തെ സിസേറിയൻ കഴിഞ്ഞാൽ യൂട്രസ് പൊട്ടും എന്ന് ആരെങ്കിലും നിങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ചാൽ ആ ഡോക്ടേഴ്സിനോട് പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഡോക്ടറെ ഞങ്ങൾ അടുത്ത ഡെലിവറിക്ക് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല, ഞങ്ങളെ നോക്കാൻ വേറെ ഡോക്ടറുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പൊക്കോളാന്ന് പറഞ്ഞേക്കാം. കേട്ടില്ലേ? അപ്പോൾ പൊട്ടാണ്ട് നോക്കണ വേറെ ഡോക്ടറുണ്ടെന്ന് പറഞ്ഞേക്കാം. അപ്പോൾ 4-മത്തെ സിസേറിയനും 5-മത്തെ സിസേറിയനും ഈ വർഷം മാത്രം ഞാൻ 4-മത്തെ സിസേറിയൻ ചെയ്തത് 14 പേർക്കാണ്. ഈ വർഷം 2018 14 പേർക്ക് 4-മത്തെ സിസേറിയൻ ചെയ്തു. 4th or above, 5-മത്തെയും 6-മത്തെയും 7-മത്തെയും ഒക്കെ ഞാൻ ഈ വർഷം ചെയ്തിട്ടുണ്ട് 14 പേർക്ക്. സോ യു ക്യാൻ ടേക്ക് ഇറ്റ് ഫ്രം മീ. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. 4-മത്തെയും 5-മത്തെയും ഒക്കെ ചെയ്യാൻ പറ്റും. 7-മത്തെയും 8-മത്തെ ചെയ്യാൻ പറ്റും എന്ന് എനിക്കറിയാം. പക്ഷേ 8-മത്തെ ചെയ്യാൻ അവസരം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റി എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 3-മത്തേൽ നിർത്തണം എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമാണെന്ന് മനസ്സിലാക്കുക. പ്രസവം നിർത്തൽ എന്നുള്ളത് മണ്ടത്തരമാണ്. പ്രസവം നിർത്തൽ എന്നുള്ളത് അഹങ്കാരമാണ്. അതിനെപ്പറ്റി എനിക്ക് വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. പക്ഷെ അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് 3-മത്തെ സിസേറിയനാണ് 2-മത്തെ സിസേറിയനാണ് പ്രസവം നിർത്താൻ നിർബന്ധിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ ഹിതമല്ല. നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വേറെ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ തന്നെ അങ്ങനത്തെ ഡോക്ടേഴ്സ് ഉണ്ട്, അങ്ങനത്തെ ആശുപത്രികളുണ്ട്, നിങ്ങളെ സഹായിക്കാനായിട്ട് സൗകര്യമുള്ള സ്ഥലങ്ങളും ഉണ്ട്.